ഹായ്, ഞാൻ കുറേ നാളായില്ലേ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. ഇന്നത്തെ വീഡിയോ തറവാട്ടമ്പലത്തിൽ ഉത്സവം ഉണ്ടായിരുന്നു. അതിന് പോയപ്പോഴത്തെ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയുടെ. നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതുണ്ടല്ലോ ഈ അമ്പലം, അത് മാരിയമ്മൻ കോവിലാണ്. ഇതെവിടെയാണെന്ന് അറിയണ്ടേ? ഇത് തൃശ്ശൂരിലെ പാലിയേക്കരൊക്കെ അടുത്ത്. പാലിയേക്കര പറയുമ്പോൾ പെട്ടെന്ന് അറിയണ്ടാവും, ടോള് ഒക്കെ ഉള്ളത് കൊണ്ട്. അതുകൊണ്ടാണ് പാലിയേക്കര എന്ന് പറയുന്നത്. പാലിയേക്കര അടുത്ത് ഇറക്കാട് എന്നുള്ള സ്ഥലമാണ്. അവിടെയാണ് കേട്ടോ ഈ അമ്പലം ഉള്ളത്. ഇവിടെയാണ് തറവാട്ടമ്പലം. വീട്ടിൽ നിന്ന് ഒരു 10-15 മിനിറ്റുള്ളൂ അമ്പലത്തിലേക്ക്. ഈ അമ്പലത്തിലേക്ക് ഞങ്ങളവിടെ കറക്റ്റ് ടൈമിലാണ് എത്തി. ഞങ്ങളവിടെ എത്തി 2 മിനിറ്റ് ആയപ്പോഴത്തേന് പരിപാടി സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. പിന്നെ വേഗം അമ്പലത്തിൽ കയറിയില്ല, പുറത്തുനിന്ന് പ്രാർത്ഥിച്ചു. ഈ മാരിയമ്മൻ കോവിലിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് തറവാട്ടമ്പലത്തിലേക്ക് മേളത്തോട് കൂടി പോകട്ടാ. ഞാൻ അവിടുന്ന് വരുന്നതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, അത് ഞാൻ ലൈവ് എടുത്തു കേട്ടോ. പിന്നെ അതങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു. ഇവിടെ തറവാട്ടമ്പലത്തിലെത്തി. അവിടുന്ന് അതിൻ്റെ ഉള്ളിൽ ഇനി വഴിപാടുകളൊക്കെ ചെയ്യേണ്ടവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. പറ നിറക്കാനുണ്ടാകും. അപ്പം അതൊക്കെ ചെയ്താക്കി ശിവദേവനെയും കൊണ്ട് ഞാൻ പറ നിറക്കുന്ന കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പറ നിറക്കാൻ ഉപയോഗിക്കുന്നത് മഞ്ഞൾ, ശർക്കര, പൂവ്, മലർ, നെല്ല്, ഇത്രയാണ് കേട്ടോ. ഈ സമയത്തൊന്നും ലയിച്ചുമോൾക്ക് അത്ര വലിയ സുഖമില്ല കേട്ടോ. അവൾ ഉറക്കത്തിൽ നിന്ന് എടുത്തുകൊണ്ട് പോയ കാരണം ഉറക്കമൊന്നും ശരിയായിട്ടില്ല. പിന്നെ ഫുഡ് കഴിക്കാനുള്ള സമയമായി. അപ്പോൾ അത് പറ നിറച്ചതിന് ശേഷം അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ടാ. ഇറങ്ങിയിട്ട് തൊട്ടപ്പുറത്ത് ഒരു വീടിൻ്റെ അവിടെ കയറിയിട്ട് അവൾക്ക് കഴിക്കാനുള്ളതൊക്കെ കൊടുത്ത് കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവിടുന്ന് കൊണ്ടുപോയത്. അത് കഴിച്ച് കഴിഞ്ഞപ്പോൾ വയറ് നിറഞ്ഞൊരു സുഖമായി. അപ്പോൾ നമ്മൾ ഒക്കത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഓപ്പോസിറ്റ് റോഡുണ്ട് കേട്ടോ, ഒരു കുഞ്ഞു റോഡ്. അപ്പം അതിൽ ഓടിക്കളിക്കലൊക്കെ ആയിരുന്നു അവളുടെ പണി. ശിവദേവൻ ഞങ്ങളെക്കാളും നേരത്തെ വന്നതുകൊണ്ട് അവൻ്റെ അച്ഛമ്മ ഇഡ്ഡലി കഴിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവന് വലിയ കുഴപ്പമുണ്ടായിട്ടില്ല. ലച്ചുകൾ പറയുന്ന ഭാഷ അവൾക്ക് മാത്രം മനസ്സിലാവും, വേറെ ഒരാൾക്കും ഒന്നും മനസ്സിലാക്കില്ല. വിലന്ന് വിട്ടിട്ട് ഓടിക്കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് അമ്പലത്തിൻ്റെ ബാക്ക് സൈഡ് കേട്ടോ. ഒരു ചെറിയ റോഡുണ്ട്, അതുകൊണ്ട് ഓടിക്കളിക്കണം നല്ല സുഖമായി. ഇപ്പോഴൊക്കെ അപ്പുറത്ത് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കുറേ പേര്. അപ്പോൾ ആ തിരക്കൊക്കെ ഒന്ന് ഒഴിയട്ടെ, എന്നിട്ട് വേണം ഞാൻ ഫുഡ് കഴിക്കാൻ വിചാരിച്ചൊന്ന് തിരക്ക് കഴിഞ്ഞപ്പോൾ ഞങ്ങളും പോയി ഭക്ഷണം കഴിച്ചിട്ട് വന്നു കേട്ടോ. അതിന് ശേഷം ഇനി കളം മായ്ക്കലാണ്. അപ്പോൾ കറക്റ്റ് ടൈമിംഗ് ആണ് കേട്ടോ. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് വന്നു. ഇനി ഇതാണ് കളം മായ്ക്കാനുള്ളത് കേട്ടോ. എല്ലാവരും മുന്നിലെ മായ്ക്കാനുള്ള കളം. ഇതേപോലെ 3 കളം വരയ്ക്കും കേട്ടോ. അപ്പോൾ രാവിലെ ഒന്ന് ഇതുപോലെ കളം വായിക്കും, ഉച്ചയ്ക്ക്, പിന്നെ വൈകുന്നേരത്ത് രാത്രിയൊക്കെ ആകുന്ന സമയത്താണ് ഇന്നത്തെ പരിപാടി ഉള്ളത് കേട്ടോ. ഞങ്ങൾ ഈ ഒരു കളം വായിക്കും മാത്രമേ കണ്ടുള്ളൂ. കഴിഞ്ഞ് പ്രാവശ്യം ഞാൻ എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനതിൻ്റെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് വെച്ചിട്ടായിരുന്നു. ഞാനപ്പോൾ ഇതിലൊന്ന് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതൊന്നും കണ്ടില്ല. കളം വായിക്കൽ തുടങ്ങി.
കളപ്പായച്ചൻ്റെ പൊടിയെല്ലാം കണ്ടില്ലേ, ഇതെല്ലാം ഇനി അടിച്ച് അരി തൂത്ത് കളഞ്ഞ് നല്ല വൃത്തിയാക്കിയതിന് ശേഷം ഇനി അടുത്ത കളം നിറക്കാൻ തുടങ്ങും കേട്ടോ. അടുത്ത കളം നയിക്കൽ 4 മണിക്കോ ആ സമയമൊക്കെയാണ് ഏകദേശം എല്ലാവരും പോയി തുടങ്ങിയിട്ടോ. എല്ലാവരുടെയും വീട് ഇവിടെ അടുത്തായത് കാരണം ഇനിയിപ്പോൾ ആ സമയമാകുമ്പോഴേക്കും വന്നാൽ മതിയില്ല. അപ്പോൾ കുറേ പേരൊക്കെ പോയി. കുറച്ച് പേര് ഇതൊക്കെ ഇരുന്ന് കാണുന്നുണ്ട് കേട്ടോ, വരയ്ക്കുന്നതൊക്കെ. ഇതിനിടയ്ക്ക് സനീഷേട്ടന് വണ്ടി എടുത്തൊന്ന് പോകേണ്ടി വന്ന്, പുറത്ത് പോകേണ്ടി വന്നു. ഞങ്ങൾ സനീഷേട്ടന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ കിട്ടിയില്ല. പക്ഷേ ഇതിൻ്റെ ഫുള്ളൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ കിട്ടിയില്ല. ഞങ്ങളപ്പോഴേക്കും ഇറങ്ങി. സനീഷേട്ടൻ പെട്ടെന്ന് പുറത്ത് പോയിട്ട് വന്നു. ഇത് എങ്ങനെയാണ് ഇവർ കളം വരയ്ക്കുന്നതെന്നൊക്കെ കണ്ടില്ല. ഇത്ര നേരം ഇത് കണ്ടിട്ട് ഇതിൻ്റെ ഫുൾ ഫോട്ടോ എനിക്ക് കിട്ടാത്തതിൻ്റെ ഭയങ്കര ഒരിതുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഞങ്ങളത് പോകാൻ വേണ്ടിയിട്ട് വണ്ടി കയറി. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.